ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ റെസിപ്പി വാനില ബട്ടർ കുക്കീസാണ്. നമ്മൾ ഈ ബ്ലൂ കളറിൽ ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ പല ഷേപ്പിൽ മുകളിൽ ഷുഗറൊക്കെ വിതറിയിട്ട് നമ്മൾ കുക്കീസ് കഴിച്ചിട്ടുണ്ട്. സെയിം ടേസ്റ്റിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയത് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, അധികം സോഫ്റ്റ് ആവണ്ട. ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അധികം സോഫ്റ്റായാൽ നമ്മൾ ആ ഒരു കറക്റ്റ് കുക്കീസിൻ്റെ ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷം 6 ടേബിൾ സ്പൂൺ അളവെടുത്തിട്ട് അത് ഈ ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ എടുത്തത് 120 ഗ്രാമാണ്, അതായത് ഒരു അര കപ്പിൻ്റെ അടുത്ത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വിസ്കോണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ബട്ടർ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ബട്ടറിൻ്റെ ഒരു യെല്ലോ കളർ മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്കിത് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ആയി കിട്ടിക്കോളും. അപ്പോൾ അതുവരെ നല്ലോണം ഇതൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കളറൊക്കെ ചേഞ്ചായിട്ട് നല്ലൊരു ഓഫ് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 1 കപ്പ് മൈദ ആണ് എടുക്കുന്നത്. 1 കപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും മൈദ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എടുക്കുന്ന ആ ബട്ടറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം 1 കപ്പും 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സോഫ്റ്റായിട്ടൊരു ഡോ ആണ് നമുക്കിതിലേക്ക് വേണ്ടിയത്. നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്ത ബട്ടറിൻ്റെയും നമ്മൾ ബീറ്റ് ചെയ്ത ആ ടൈമും എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ പൊടി വേണമെങ്കിൽ മൈദ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ വേണ്ടി മതി. അപ്പോൾ ഇതാ ഞാൻ കുഴച്ച് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ 1 കപ്പും 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ട് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ വേണ്ടി മതി. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കണ്ടപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എന്നാൽ സോഫ്റ്റുമായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി പരത്താൻ വേണ്ടിയിട്ട് സൗകര്യമായിട്ടുള്ളൊരു ബോർഡിലേക്ക് നമുക്ക് ഈ ഒരു മാവ് മാറ്റാം. എന്നിട്ട് നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമ്മളിത് പരത്തല്ല, നമ്മൾ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കുന്നത്. ഇനി അതെല്ലാം നമുക്ക് വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ടും എടുക്കാം. ഞാനിപ്പം കുക്കി കട്ടർ ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിത് ജസ്റ്റ് ബോൾസ് ഓരോന്ന് എടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മാവ് കണ്ടില്ല, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമുക്ക് ഇതിന്ന് ചെറിയ ചെറിയ ബോൾസ് എന്താ പറയുക, നമ്മളൊരു കുക്കീസ് നമുക്ക് എത്ര വലിപ്പം വേണോ ആ ഒരു തരത്തിൽ ഒരു ഹാഫ് ലെമണിൻ്റെ ഒക്കെ സൈസ് എടുത്താൽ വേണ്ടി മതി. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലൊക്കെ എടുത്തിട്ട് ഓരോ നോസിലൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഓരോ ബോൾസും എടുത്തിട്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ ഞാൻ എല്ലാ കുക്കീസും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ കുക്കീസ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ റൗണ്ടിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നോസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പും ഡിസൈനും ഒക്കെ ആക്കി വെക്കാം. ഞാനിപ്പം നമ്മൾ ഫോർക്ക് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് ആവശ്യമില്ല, പ്ലെയിനായിട്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ഇതേപോലെ ഒന്ന് കൊടുത്തേക്കാം. നമ്മൾ മാവ് കുഴയ്ക്കുമ്പം തന്നെ ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഒരു 200 ഡിഗ്രിയിൽ നമുക്കൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവന് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ കുക്കീസ്, റെഡിയായ കുക്കീസ് അപ്പം തന്നെ നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 170 ഒരു 180 ആ ഒരു റേഞ്ചിൽ ഒരു 20-25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റിൽ വെക്കുമ്പം കുറച്ച് വിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലും ഇത് ഒന്ന് ബേക്കായി വരുമ്പോൾ കുറച്ചും കൂടി വലുതാവും. അപ്പോൾ ആ ഒരു സ്പേസ് കണക്കാക്കിയിട്ട് വേണം നമ്മളിത് ഷീറ്റിൽ നിരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കണ്ടില്ല, നമ്മൾ നേരത്തെ വെച്ചതിനെക്കാട്ടിയും ഇപ്പം കാണിക്കുന്നത് കുറച്ച് ഒന്ന് വലുതായിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാം. കണ്ട, ലൈറ്റ് ബ്രൗൺ കളറായി നല്ല ബേക്കായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇത് ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ തന്നെ വീട് മുഴുവനും നല്ലൊരു മണമാണ്. ഈ വാനിലൻ്റെ ആ ഒരു കുക്കീസിൻ്റെ ആ ഒരു ബേക്കറി സ്മെല്ലായിരിക്കും നമ്മളെ വീട് മൊത്തം ഉണ്ടാവുക. ആ ഒരു സ്മെല്ല് നല്ല രസമാണ്, ആ ഒരു വാനിലൻ്റെ മണം. അപ്പോൾ അതാ ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് വെച്ചിട്ട് കുറച്ച് ഷുഗർ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഷുഗറൊക്കെ കറക്റ്റാണ് നമ്മളെ ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താണ്. ഞാൻ പൊട്ടിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. ആ ചൂടോടുക്കെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചൂട് നമ്മൾ പോയി കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് കണ്ടെയ്നറിൽ പുറത്ത് തന്നെ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എഗ്ഗ് വേണ്ട. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.